Papa Wendy. Manko. Cheni armaneg. Nene കുട്ടലാമ്പോറ്റി കുട്ടലാമ്പൊക്കെടി ముందు పైసొద్దు ముందు పైస దానికి కుట్లాం పోడా വേങ്ങരക്കടുത്ത് പറപ്പൂർ എടയാട്ടുപറമ്പ് കുശവ കോളനിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ചിന്നസ്വാമി ചെട്ടിയാർ. അവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കോളനിയിൽ അവർ താമസക്കാരാണ്. ഇവിടെ മണ്ണ് കൊണ്ട് ചട്ടി നിർമ്മിച്ച് എല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി വിൽക്കുകയും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും സപ്ലൈ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചെട്ടിയാരോട് ചോദിക്കും. ചെട്ടിയാർ, നമുക്ക് നിങ്ങൾ ഏകദേശം എത്ര വർഷത്തോളമായിട്ടുണ്ടാകും ഈ ഭാഗത്ത് നിങ്ങളെ ഈ കുടുംബം പൂർവികർ ഇവിടെ വന്നിട്ട്? ഇവിടെ ഇപ്പോൾ നായന്മാർ പറയുന്നത് 800 കൊല്ലമാണ് പറയുന്നത്. 800 കൊല്ലത്തോളമായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല, അച്ചാച്ചന്മാരൊക്കെ പോയില്ലേ. പിന്നെ ഇങ്ങനെ ആന്ധ്രയിലാണെന്നാ പറയൽ, പഴയകാലം ആന്ധ്രക്കാരാണ്. അങ്ങനെ തിരുവാങ്കൂർ രാജാക്കന്മാർ കൊടുന്ന് മുന്തി ജാതിയിൽ പെടുത്തി. ഈ അമ്പലത്തേക്കും പള്ളിക്കും ഒക്കെ മൺപാത്രമൊക്കെ വേണമല്ലോ. പണ്ട് അങ്ങനെയല്ല, ഇപ്പോഴല്ല സ്വർണവും വെള്ളിയൊക്കെ ഈ കുംഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പഴയകാലമൊക്കെ ചോറുന്നാനും കഞ്ഞി കുടിക്കാനൊക്കെ മൺപാത്രങ്ങളാണല്ലോ. ഇപ്പോൾ സീലും അലുമണിയൊക്കെ വന്നു. അങ്ങനെയാണ് ഞങ്ങളെ കൊടുന്ന് മുന്തി ജാതിയിലും പെടുത്തി. ഞങ്ങൾക്കൊരു ആനുകൂല്യങ്ങളും കിട്ടണില്ല, ഒരു മെച്ചമില്ല. പിന്നെ ഈ കുട്ടികളൊക്കെ പണിക്ക് പോയിട്ടാണ്. പിന്നെ മണ്ണ് കെട്ടാനില്ല, പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ട. അപ്പോൾ ഈ കുട്ടികളൊക്കെ പണിക്ക് പോയിട്ടാണ് അങ്ങനെ ജീവിതം കഴിയുന്നത്. മണ്ണിൻ്റെ പാത്രം ചെയ്താലൊന്നും ഒരു മെച്ചം കിട്ടൂല. ഏകദേശം നമ്മളെ ഈ പറപ്പൂർ ഇപ്പോൾ ഈ എടാട്ടുപറമ്പ് ഈ ഭാഗത്ത് എത്ര കുടുംബങ്ങൾ? കുടുംബം ഒരു 10-40 കുടുംബം ഉണ്ടാവും. ചെമ്മിഞ്ചേറ്റിലും ആശാരിപ്പടിക്കലും ഇറക്കത്തലും പിന്നെ ഞങ്ങൾ വീട്, പിന്നെ അവിടെ ഒരു 10-70 കുടുംബം ഉണ്ടാവും. 40-70 കുടുംബം ഉണ്ടാവും. ഈ പിന്നെ ചെമ്മീഞ്ചേർ എന്ന് പറഞ്ഞാൽ ഇത് പറപ്പൂർ നമ്മളെ കോട്ടക്കൽ ചെങ്കോട്ടി ഭാഗത്തല്ലേ. പിന്നെ ആശാരിപ്പടി അല്ലേ? ആശാരിപ്പടി. പിന്നെ അതുപോലെ ഇറക്കത്തൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എടാട്ടുപറമ്പ് തന്നെ. ഇതിനപ്പുറത്ത് വേറെ കോളനി ഉണ്ട്. അതുപോലെ തന്നെ മറ്റത്തൂരുണ്ട് അല്ലേ? തമ്മിൽ എല്ലാ ഇതിലും നിങ്ങൾ ഉത്സവങ്ങളും മറ്റു പരിപാടികളും എല്ലാവരും ബന്ധപ്പെടാറുണ്ടല്ലോ. ഇവിടെ നമ്മളെ ഉത്സവം നടക്കില്ല എങ്ങനെ? ഉത്സവം ഞങ്ങൾ മാരിയമ്മേൻ്റെ ഇതാണ്. പോയേക്ക് പോകും, തിരിച്ചുണ്ടാവും. പിന്നെ നേരം വെളുക്കോളം പൂജാകർമ്മങ്ങൾ ചെയ്യും, വെളിച്ചപ്പാടുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളും. പിന്നെ കല്യാണം പഴയ കല്യാണമാണ്. നേരം വെളുക്കോളം പരിപാടികളുണ്ടാവും. ഇപ്പോഴത്തെ മാലിൻ്റെ നേരമല്ല, താലി കെട്ടും. പിന്നെ ഒരു കല്യാണം ചെയ്യാനും പാടുള്ളൂ ഞങ്ങൾക്ക്. ഒരാൾക്കൊരു കല്യാണം ചെയ്യാൻ പിന്നെ അതിനെ ഒഴിവാക്കാനും പാടില്ല, അതിനെ നോക്കി വളർത്തണം. ഇനിയിപ്പോൾ അതല്ല, ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? പോയാൽ രണ്ടാം കൊണ്ടാകാൻ പാടില്ല നിയമത്തിന്. അങ്ങനെയാണ് അത്. പിന്നെ അങ്ങനെ കഴിയണം. അങ്ങനെയാണ് പഴയ കാലം. നമുക്ക് പഴയ കാലം മരിച്ചു പോയാൽക്കൊന്നും അത് സ്വീകരിക്കില്ല. നമ്മൾ മരിച്ചു പോയാൽ രീതികളൊക്കെ ഉണ്ടാവില്ല ഗുരുകാരന്മാർ. അതൊന്ന് ഓരോരോ കാലമല്ലേ, അതേമാതിരി നീങ്ങാതെ പറ്റില്ല. നമ്മൾ പിന്നെ കല്യാണം പിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ വിവാഹമോചനം എന്ന് പറഞ്ഞ സമ്പ്രദായം നിങ്ങൾ ഇതിലുണ്ട്? അങ്ങനെ വിവാഹമോചനം ചെയ്യുന്നുണ്ടോ അതോ ശരിക്കും ഉണ്ടല്ലേ? അങ്ങനെ വിവാഹമോചനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പുനർവിവാഹം അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മുമ്പ് അത് പാടില്ലായിരുന്നു, ഇപ്പോൾ ഒക്കെ മാറി. നിങ്ങൾ ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ കുശവക്കുല്ലാണ് അല്ലേ? ഈ കുശവക്കുലത്തിൽ നിന്ന് മറ്റുള്ള എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ നിന്നുള്ള മറ്റുള്ള ജാതിയിൽ നിന്നും നിങ്ങൾ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാൻ പാടില്ല, ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇതായിട്ടുള്ളത് ചെയ്യുന്നുണ്ട്. പല ജാതിയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞമ്മക്കൊന്നും ചെയ്യാനും പറ്റില്ല, ഇപ്പോഴത്തെ കാലങ്ങളല്ലേ. നിയമത്തിന് പാടില്ല. പഴയ ഒരു കല്യാണം ചെയ്യുക, അതേ പാടുള്ളൂ. ഇപ്പോൾ പഴയ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുറേ എന്താ പറയുക ചട്ടിയേറ്റു പാത്രങ്ങളൊക്കെ എല്ലാവരും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ സമ്പ്രദായം കാണാറില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ അതോ നിങ്ങൾക്ക് അതുകൊണ്ട് വരുമാനം പോരാത്തത് കൊണ്ടാണോ? എന്താണ് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ? ഒരു കുറവായിട്ട് പെണ്ണുങ്ങൾ ഇതേപോലൊക്കെ അല്ല പോലെ ചിലവും കുറവ്, ചിലവില്ല, ഏറ്റി നടക്കാനും കഴിയൂല. പണ്ടത്തെ പോലെ പണ്ട് പിന്നെ ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പം എങ്ങനെയെങ്കിലും അരിക്കോ തേങ്ങയ്ക്കോ
ഇങ്ങനെ മുറുങ്ങൻ്റെ ഇലയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും. അത് കിട്ടിയിട്ടാണ് ജീവിതം. ഇപ്പോഴാ അതൊന്നുമില്ല. ഇപ്പോൾ പോകാനും വയ്യ അതുപോലെ. പിന്നെ ഈ തൊഴിലുറപ്പും വന്നു, അതുകൊണ്ട് അതിൽ രാവിലെ പോകും. 10-20 ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ തൊഴിലുറപ്പിന് പോയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ജോലി തൊഴിലുറപ്പെല്ലാം നിങ്ങളൊക്കെ തൊഴിലുറപ്പിന് എല്ലാവരും പോകും. പുരുഷന്മാരൊക്കെ ഇവനും പോലൊക്കെ ഉണ്ട്. അത് പണിയെടുക്കാത്തോണ്ട് പോകും. വയ്യ, കാലുകൊണ്ട് വേദന. പണിയെടുക്കണ പറഞ്ഞാൽ ഈ പണിയെടുക്കാൻ ഭയങ്കര ചിലവ് കൂടുതലാണ്. ഒരുപാട് മണ്ണെത്തണമെങ്കിൽ 26 ഉറുപ്പിക വരും. പിന്നെ ആ ഇതിന്റെ സാധനം വർഗ് കാര്യങ്ങൾ ഇപ്പോൾ പണിയെടുത്ത് ചിലപ്പോൾ കുറേ ചട്ടി പൊട്ടി പോകും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഇത് ഫീൽഡിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ഈ പുറത്തേക്ക് പണിക്ക് പോകുന്നത്. അതാണ് മെയിൻ പ്രശ്നം. വയ്യാനും പിന്നെ ഈ സാധനങ്ങളൊക്കെ കിട്ടണം. മണ്ണൊക്കെ കൊണ്ടുവരണം. ഓലോട് മണ്ണിറക്കാൻ കഴിയും. വിറക് എല്ലാം മണ്ണ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ജിയോളജി പ്രശ്നമാണ്. കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മ കിട്ടുന്നില്ല. മുമ്പ് കാലങ്ങളിൽ നിങ്ങൾ ഈ ഭാഗത്ത് ഈ മണ്ണ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ എവിടുന്നായിരുന്നു നിങ്ങൾ ഈ മണ്ണൊക്കെ മുമ്പ് ഈ പാടത്തുനിന്നൊക്കെ ഈ പാടത്ത് തന്നെ ആയിരുന്നില്ല? വയനാട് കുറ്റിപ്പുറം കുമ്പിടി ആ ഭാഗത്തുനിന്നൊക്കെയാണ് മണ്ണ് കൂടുതൽ. അവിടുന്ന് കൊണ്ടുവരണം. ഈ ഭാഗത്തൊന്നും മണ്ണില്ല. അവിടെ കിട്ടാനില്ല. പിന്നെ പാടത്തുനിന്ന് എടുക്കാനും സമ്മതിക്കുന്നില്ല. സമ്മതിക്കൂല. ഇപ്പോൾ ഇവിടെ വാർത്തൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിന്ന് എടുക്കാൻ കൃഷി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റേ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വയനാട് കുമ്പടി ഭാഗത്തു നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു വലിയൊരു ചിലവുള്ള കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ലോഡിന് 25,000 ഉറുപ്പിയോളം വരും. അതിൻ്റെ ചിലവുകളാണ് നമുക്ക് ഭയങ്കര വഹിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഒരു ലോഡ് മണ്ണ് ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് മുതലാകുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഈ സാധനം കൊടുന്ന് വിറ്റ് അപ്പോൾ അതിനായിട്ട് വേണ്ട ഇത്ര വില കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ വലിയ കമ്പനികളാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ പ്രശ്നമല്ല. അവർക്ക് മണ്ണും സാധനങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ലോഡ് കണക്കിന് സാധനം ഇറക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഇവിടെ കൃഷിഭവനിൽ തന്നെ മൺചട്ടിയൊക്കെ ഇറക്കുന്നുണ്ട്. അവർ തന്നെ വലിയ വലിയ കമ്പനിയിൽ നിന്നാണ് ഇപ്പോൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുടിൽ വ്യവസായത്തിൽ നിന്നൊന്നും സാധനം എടുക്കുന്നില്ല, അവർക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ നമുക്ക് ഒക്കത്തില്ല അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലാണ്. ഈ മറ്റത്തൂര് ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ചട്ടികൾ വന്ന് കാണാൻ വരുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ ഇതേമാതിരി ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെയും കുറച്ച് ആൾക്കാർ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറേ ഇതേമാതിരി കൊണ്ടു കടയിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും കുറവാണ് ആൾക്കാർ, നമ്മൾ ചെയ്യുന്ന ആൾക്കാർ. ഇതുകൊണ്ടാണ് വെക്കുന്നില്ല ആർക്കും. അതിൻ്റെ പുറത്ത് പണിക്ക് പോയാൽ 1000-1100 ഉറുപ്പിക കിട്ടുമോ. പക്ഷെ ഇതിൽ പണിയെടുക്കുമ്പോൾ പൈസ ഒന്നും കിട്ടുന്നുമില്ല. അതൊക്കെയാണ് ഭയങ്കര പ്രതിസന്ധിയിലാണ്. മെയിനായിട്ട് മണ്ണ് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഈ കോളനിയിൽ നിങ്ങൾ ഇപ്പോഴും ഇവിടെ കുറേശ്ശെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള മണ്ണൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് ലോഡ് ഇറക്കിയിരുന്നു നാള്? ഒരു ലോഡ് ഈ വയനാട്ടിൽ നിന്നാണ് ഇറക്കുന്നത്? എല്ലാ കുമ്പിടിന്ന്, കുറ്റിപ്പുറം കുമ്പിടി അല്ലേ? അവിടുന്ന് ഇവിടെ മണ്ണ് ഇറങ്ങാൻ എത്ര വരും? 25,000 ഉറുപ്പിക ആവും. ഓല ഇറക്കി തരും ഒരു ലോഡ്. ഈ 25,000 രൂപക്ക് നിങ്ങൾ ഒരു ലോഡ് മണ്ണ് ഇറക്കി കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളെ പണിക്കൂലി അഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയാവാറുണ്ട്? ബാക്കി അങ്ങനെ ജീവിക്കാം. ചേരി വേണോ, വെറുക് വേണോ, വൈക്കോല് വേണോ, അതില് കിട്ടിയത് ജീവിക്കാം. അത് സാമ്പാറിന് പറഞ്ഞ ചൂളയിലൊക്കെ പൊട്ടിപ്പോയാലും അതും പോയി. ഈ പ്രസവത്തിൻ്റെ മാതിരിയാണ്, യോഗ്യഭാഗ്യമാണ്. ചൂളൊക്കെ വെക്കും 10,000 ഒക്കെ. അത് പൊട്ടിയാലോ പെട്ടെന്ന് തീ പിടിച്ചാലോ അത് അങ്ങനെ അമരും. 2-3 മാസം പണിയെടുത്തത് അത് അങ്ങനെയും പോകും. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അതാണ് എല്ലാവർക്കും മടി, ഒരു ഇത് കിട്ടണില്ല. ഇത് മാരിയപ്പൻ കോവിലാണല്ലേ? മാരിയമ്മൻ കോവിൽ അല്ലേ? സർപ്പക്കാവ് മെയിനായിട്ട് മാരിയമ്മൻ അല്ലേ? ശരി. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നത് ആണല്ലേ? പുറത്തുനിന്ന് ആൾക്കാർ നമ്പൂതിരി അങ്ങനെയൊന്നുമില്ല. അല്ല, നിങ്ങൾ ഇതിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രത്യേക ആളുകൾ ഉണ്ട്. അത് എവിടുന്നാണ്? ഞങ്ങൾ കുടുംബത്തിലുള്ള ആൾക്കാർ ഇവിടെ ഈ കോളനികളിൽ നിന്നാണോ പുറത്ത് വരാൻ? ആണല്ലേ? പിന്നെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അറിയാത്ത പോലെ. ഞങ്ങൾ പിന്നെ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ട പൂജാകർമ്മങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ, ഓരോരോ കുടുംബത്തിലുള്ള 10, 2,000, 2 ലക്ഷം, 3 ലക്ഷം ഉറുപ്പിക ചെലവാക്കണം. ഈ ചെലവ് നിങ്ങൾ എങ്ങനെ? ഞങ്ങളെടുക്കും, കുട്ടികളെല്ലാവരും പിരിവ് അടക്കാനും പറ്റില്ല. പണ്ട് അച്ഛന്മാർ പറഞ്ഞു പിരിവെടുത്ത് ചെയ്യണ്ട, ചെയ്താൽ പല കുഴപ്പങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കോളനിയിലെ ഒരു കാരണവരെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളെ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. നിങ്ങൾ ചെറുപ്പത്തിൽ മണ്ണ് നിങ്ങൾ ചട്ടി ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ എങ്ങനെ, എത്ര ദൂരങ്ങൾ പോകും? ഓരോ ഒരു 10-20 കിലോമീറ്ററൊക്കെ പോകും. ഇത് തലയിൽ എത്തിയിട്ട് പെണ്ണുങ്ങൾ. പിന്നെ ചന്തകളൊക്കെ അന്ന് ചന്തകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയി വിൽക്കും. ഇങ്ങനെയൊക്കെയാണ്. നെല്ലോ അരിയോ അങ്ങനെ അന്ന് കിട്ടണതൊക്കെ ജീവിക്കണ്ട, ജീവിതമല്ലേ. ചക്കയും മാങ്ങി മണ്ണൊക്കെ ഏറ്റിക്കൊണ്ടിരും. മണ്ണ് ഏറ്റിക്കൊണ്ടല്ലോ. അവിടെ നിന്നൊക്കെ ഏറ്റി. അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ, ഒക്കെ ഏറ്റിക്കൊണ്ടല്ലോ. ഈ ഇപ്പോൾ പിന്നെ
ചിന്നസ്വാമി ചെട്ടിയാർ. ഈ ചെട്ടിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലുണ്ട്. ഇപ്പോൾ വസ്ത്ര കച്ചവടം ചെയ്യുന്നവർ, പിന്നെ അതേപോലെ പുകയില കച്ചവടം ചെയ്യുന്ന അവരും നിങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം നിങ്ങൾ ബന്ധങ്ങളില്ല. പിന്നെ എന്താണ് ഈ ചെട്ടിയാർ എന്നുള്ള ചെട്ടിയാരല്ല, കുമ്പാരന്മാരാണ്. കുമ്പാരന്മാരാണ്. ചില ഏരിയയില് ചില സ്ഥലത്തൊക്കെ ചെട്ടിയാരെന്ന് വിളിക്കും, കുഷവനെന്ന് വിളിക്കും. അങ്ങനെയാണ്. ഞങ്ങള് ഉറുദുലായിട്ട് കുമ്പാരനാന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ചെട്ടിയാരെന്ന് വിളിക്കും. മലപ്പുറം ജില്ലയിൽ ചെട്ടിയാരെന്ന് വിളിക്കും, കൊയപ്പാനെന്ന് വിളിക്കും. പിന്നെ കോഴിക്കോട് ചില ആള് നായരെന്ന് വിളിക്കുന്നു. ആന്തൂര് നായന്മാർ കൂടുതലുള്ളതുകൊണ്ട് അപ്പം നായർ ചെട്ടിയന്മാർ അവിടെ വടകര ആശകളൊക്കെ നായന്മാരെന്നൊക്കെ അങ്ങനെ വിളിക്കും. ചെട്ടി പോകലച്ചട്ടി, വളച്ചട്ടി, പപ്പടച്ചട്ടി, നൂലിച്ചട്ടി, പിന്നെ വേറെ ഉണ്ട്. 18 ചട്ടിയാണെന്നാ പറയില്ല. 18 നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ കൊശവനെന്ന് വിളിക്കണവരൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ അത് രാമനാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആക്കോട് ആ വഴിക്കൊക്കെ കൊശവനെന്ന് പറയാം ഒക്കെ കൂന്ന് പെട്ടു, കുമ്പാരൻ പെട്ടു. കൊശവനെന്ന് പറയുമ്പോ വിളിക്കും. നിങ്ങളെ അല്ല, ഈ കൊശവം എന്നുള്ളത് ഈ പിന്നെ ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് അത് എന്താണ്, അതിൽ എന്താ വിളിക്കാൻ കാരണം? അതിലൊരു അച്ഛനുണ്ടല്ലോ കൂന്ന്, കുമ്പാരന്മാര് അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? അല്ല, അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നാറുണ്ടോ മനസ്സിൽ? ഇല്ല. ആ ശരി, അപ്പോൾ വിളിച്ചോട്ടെ. കൊയപ്പാത്തിന്ന് വിളിക്കും. ഇപ്പൊ പറ്റൂല. ആ എന്താ ജാതി പേരാണ്. ചെട്ടിയാരെ വിളിച്ച ദേശമാണ്. ചെട്ടിയാരെന്ന് വിളിക്കാൻ പാടില്ല. അല്ല, കുഷവ എന്ന് പറഞ്ഞാൽ ചില ഇതില് കളിയാക്കുന്ന ഒരു രീതിയിലുണ്ട് സിനിമയിലൊക്കെ. അത് കൊശവാണ്. അല്ല, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. കാരണം എടാ കൊശവാന്നുള്ളതൊക്കെ പല പെടുമെന്നുള്ളതൊരു ധാരണയിലാണ്. പക്ഷെ മൺപാത്രം എടുക്കുന്നത് നമ്മൾ കുമ്പാരന്മാർ മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരം വിട്ട കുറേ ആൾക്കാർ, വേറെ ആൾക്കാരുണ്ട്. ആന്തൂര് നായന്മാർ, പിന്നെ കുലാല്, അങ്ങനെ പല ജാതികൾ പേരിലുണ്ട്. കുമ്പാരം മാത്രമല്ല മൺപാത്രം എടുക്കുന്നത്, കുറേ ആൾക്കാർ. പിന്നെ ഒന്നാമത്തെ പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങണില്ല, ഒക്കെ കണ്ടറിയില്ലല്ലോ. പണ്ടൊരു കൊടുമി ഒരു തോർത്തുണ്ട് അങ്ങാടിക്കൊക്കെ അങ്ങനെ പോകാറ്. ഇപ്പോഴുള്ള കുട്ടികളൊന്നും അങ്ങനെ അറിയില്ല. ഒരുപാടുണ്ട്. 500 ആളൊന്നുമല്ല പറപ്പൂർ പഞ്ചായത്തിൽ. പറപ്പൂർ പഞ്ചായത്തിൽ തന്നെ പുളപ്പുറത്താനും കേട്ടി, മറ്റത്തൂരാനും കേട്ടി. ഇതൊക്കെ പുറത്ത് കാണുന്നില്ലല്ലോ. അതിനിങ്ങനെ ബോട്ടിന് വരും, പോലെ ബോട്ട് ചെയ്ത് കഴിയൂ, എന്നാൽ പോകും. ഇതാണ് പറയുന്നത്. ഒരുപാടുണ്ട്. 10,000 ഞങ്ങളെല്ലാം ഉണ്ട് ഈ പറപ്പൂർ പഞ്ചായത്ത്. ഇപ്പോൾ പിന്നെ പരിപാടികളിലൊക്കെ, ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിൽ, അതുപോലെ തന്നെ അതിലൊക്കെ നിങ്ങളൊരു കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കും. പോലുണ്ട്. ഞാൻ പോയിരുന്നു. എന്താണ് എന്താ പറയുക, പ്രധാനമായിട്ടും കലാമേളകളിലൊക്കെ പാട്ടുകൾ അവതരിപ്പിക്കലുണ്ട്. കുട്ടികളൊക്കെ നമ്മളെ പാട്ടൊക്കെ അവതരിപ്പിക്കലുണ്ട്. മാരുവൻ പാട്ടൊക്കെ അവതരിപ്പിക്കലുണ്ട്. അപ്പോൾ കുമ്പക്കളി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറവാണ്. എന്നാലും ആച്ചാൽ നമ്മളെ ആൾക്കാർക്ക് സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിക്കാൻ മടിയാണ് കുട്ടികൾക്ക് പൊതുവെ. അപ്പോൾ നമ്മൾ ഈ കോളനിയിൽ എത്ര കലാകാരന്മാരോ കലാകാരികളോ ആരെങ്കിലും? 10 പെണ്ണുങ്ങൾ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും കളിക്കോ? കളി തുടങ്ങി അമ്പലത്തിലൊക്കെ കുമ്പക്കളി അമ്പലത്തിൽ. പിന്നെ പുറത്ത് അമ്പലത്തിലൊക്കെ കളിക്കല് നോക്കൂല. 1,500 തരൂ. അതുകൊണ്ട് ഈ പൗണ്ടർക്ക് തയ്യൂല. പെണ്ണുങ്ങളുണ്ട്, 10-15 പെണ്ണുങ്ങളുണ്ട് ഇവിടെ കളിക്കുന്ന. ഇപ്പോൾ ഈ ചെട്ടിയന്മാരെന്ന് പറഞ്ഞാൽ, ഈ ചെട്ടിയന്മാരെന്ന് പറഞ്ഞാൽ ഈ നൂൽച്ചട്ടി, പോലച്ചട്ടി, പപ്പടച്ചട്ടി, മൺചട്ടി, വലച്ചട്ടി, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? എങ്ങനെ എല്ലാവരും ചെട്ടി എന്ന് വിളിക്കുന്നതിന് കാര്യം എന്താന്നുള്ളതാണ്. ഓലായിട്ട് ഞങ്ങൾ ടച്ചില്ല. പിന്നെ ഈ ചെട്ടി എന്നുള്ള എല്ലാവരും വിളിക്കാനുള്ള കാരണം, ഇന്ന് വിളിക്കാനുള്ള കാരണം ഞങ്ങളെ ഭാഷന്റെ മാറ്റത്തിലായിരിക്കും. പഴയ കാലം ഇങ്ങനെ വിളി തുടങ്ങി. മലയാളം നിശ്ചില്ലല്ലോ. ഇവിടുന്ന് പഠിച്ചതാണല്ലോ ഞങ്ങൾ മലയാളം. അതെന്താ അറിയോ, കൂടുതലും നമ്മൾ ചട്ടിയാണ് വെക്കുന്നത്. ഈ കൊയപ്പാത്തി എന്നുള്ള നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവും? എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? എന്താ അല്ല, ഞാനും കേട്ടിട്ടുണ്ട്. കാരണം കൊയപ്പാത്തി ഒന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ പേടിയാണ് ഇവിടെ. ഇപ്പോഴല്ല, പിന്നെ കുറച്ച് പണ്ടൊക്കെ പേടിയാണ്. ചക്ക എടുത്തിട്ടൊക്കെ തച്ചു ചൂള ഇതൊക്കെ തച്ച് അമർത്തണം ഇവിടെ. ജമ്യാള് ചക്ക എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പേടിയാണ് ഇവിടെ. ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. പണ്ട് അങ്ങനെ പലതും ബോട്ടിന് പോയിട്ട് തല്ലി കിട്ടിക്കണം. നിങ്ങൾ പിന്നെ ഈ
മലയാളം അല്ലാതെ നിങ്ങൾ തമ്മിൽ ഞങ്ങളെ ഭാഷ ഉണ്ട്. ഭാഷ സംസാരിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ഈ സാധാരണഗതിയിൽ സംസാരിക്കാറുണ്ടോ അതോ എങ്ങിട്ട് പോകണമെങ്കിൽ എന്ത് പൊയ്യോ എന്ന് പറയും. എങ്ങിട്ട് പോകണം നിങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് പൊയ്യോ, എന്ത് പൊയ്യോ? അങ്ങനെയാണ്. വെള്ളത്തിന് ലിപിയില്ലാത്ത ഭാഷയാണ്, മാത്രം ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതിന് ലിപി കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, ഈ ഭാഷ നിങ്ങളുടെ ഭാഷക്ക് കൊങ്കണിയുമായിട്ട് ബന്ധങ്ങളുണ്ടെന്നുള്ള എല്ലാ ഭാഷയും ഉണ്ട്. കൊങ്കണി എന്നല്ല, തമിഴ്, മലയാളം, തെലുങ്കാണ് കൂടുതലും സംസാരിക്കുന്നത്. അതിലെല്ലാ ഭാഷകളും ചേരുന്നുണ്ട്. കർണാടക എല്ലാം വരുന്നുണ്ട്. മലയാളം വരുന്നുണ്ട്. ചായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ചായ എന്നാണ് പറയുന്നത്, അത് മലയാളമാണ്. അപ്പോൾ എല്ലാ ഭാഷയും കൂടെ ആണ്, ലിപി ഇല്ലാത്തതുകൊണ്ട് ഒരു ഭാഷയാണ് അത്. നിങ്ങൾ എന്നോട് ചോദിക്കുക ഞങ്ങൾ എന്തിനു വന്നാണെന്നുള്ള നിങ്ങളെ ഭാഷയിലും ചോദിച്ചു. ഏട്ടി వచ్చింది എന്തിനു വന്നു. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എയ്യന് మీరు వచ్చేయండి ఎవరు మక్కో బుద్ధిముట్టులే మక్కో బుద్ధిముట్టు వచ్చిందండి. మీరు వచ్చేయండి ఎత్తియండి మക്കേమన్నా ആനുകൂല്യങ്ങൾ ഉണ്ട് തീസിയണ്ട. അപ്പോൾ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വാങ്ങി തരാനാണ് പറയണത് കിട്ടിയാൽ. మకేమన్నా ఆనుకూలంగా ఉంటే తీసియండి. మక్క మెచ్చి కార్యంగాണ് మీరు వచ్చింది. మక్క స్వాగత మీరు వచ్చేది మెచ్చిదిയാണ്. അത് ദോഷങ്ങളോട് ചപ്പല. ഞാൻ എന്ത് പോയിന്റ് ശരിക്കല്ലേ പറഞ്ഞു. എന്ത് പോയി? വീട്ടിൽ പോയി. కొప్పబొక్కడే കിട്ടിയത് నేనే కుట్లాంబోతి కుట్లాంబొక్కడి ముందు పైస వద్దు. ముందు పైసగా దానికి కుంటలాం పోడా. పదిహేను సంచిని వేసి కొంట పోతు దాకా ఎమ్మి వత్తు. దాని ముందు పైస కావాలా. అల్లతా పోతు పొద్దు మాకు వచ్చి 4 మణి ఎత్తాను. నోటసం ఎత్తు కాళ్ళు నొప్పి 5-6 గంటలు అయ్యి కాళ్ళు నొప్పి తొడిగి ముందు పైసల్లో పోతు వెళ్ళతాగాన అది కూడా ఎడిది వెళ్ళతాగాన మాది ఒక పెని ముందులో పైస తాగుతా నా పని తినేని కావాలా. అత్తా కావాలా. ఈ బిడ్డలు వచ్చేడు అత్తా కావాలా. దాని 2 అటుకులే సంచిని వేసుకుంటా పోతు. కావాలా వేణాను వేణనా కావాలా ఏం కావాలా పోతుంది కేడి కావాలా తట్ట అడుగుతుంది. എല്ലാ ഭാഷയുണ്ട്. മനസ്സിലാവുന്നുണ്ട്. കാരണം തെലുങ്ക് കുറച്ച് വരുന്നുണ്ട്, കന്നഡ കുറച്ച് വരുന്നുണ്ട്. మన దొరికింది కొండొచ్చే అలాగ మన జీవితం ఇట్లా పోతురు కొప్పరా పోతే ఏమైనా దొరికింది కొండొత్తరు. బిడ్డ తెలుగు మంచిదే. 2 బిడ్డలు దాకా 2 దిక్కుల 2 దిక్కుల കൂടുതൽ സ്വന്തമായിട്ട് വന്ന് ജീവിതം ജീവിതത്തിന് ജാഥ മാർഗമല്ലേ അനുകരിക്കാണ്. ജാഥ മാർഗമില്ല എന്ന് പറഞ്ഞാൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ല. കുട്ടികൾക്കൊക്കെ എങ്ങനെ ഈ ഭാഷക്ക് എന്താ പേര്? പേരില്ലാണ്. പേരില്ല. കുമ്മറഭാഷ. കുട്ടികൾക്കൊക്കെ ഈ ഭാഷ അങ്ങനെ ഇല്ല പോയി സംസാരിക്കാൻ കഴിയുമോ? മലയാളം പറഞ്ഞു കൊടുക്കും നമ്മളെ ഭാഷയില്ല. తలవార స్కూల్ పోతురు అంత నేర్చి పోదు మాకు తోతురు అంక ముని ఎత్తదా సాయ ఎత్తదా ఆగిరు తలవారు పొద్దున స్కూల్ వచ్చి నేర్చి మనక టీవీ ఎత్తగాని మొదక 10ాం క్లాస్ నేర్చేది. అడు మా టీవీ ఎత్తగాని 10 మణి అయితే నిద్రపోతారు. ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചട്ടികളൊക്കെ ഉണ്ടാക്കും. നമുക്കൊന്ന് സന്ദർശിച്ചാലോ? ഒന്ന് നിങ്ങൾ പിന്നെ ശരിക്ക് മണ്ണ് കുഴച്ചിട്ട് ആദ്യത്തെ നിങ്ങളെ പ്രൊസീജിയർ എന്താ? എങ്ങനെ നിങ്ങൾ തുടങ്ങുന്നത്? മണ്ണ് കൊടുത്തിട്ട് മെഷീനിലിട്ട് പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതാണല്ലേ മെഷീൻ. ഈ മെഷീനിലിട്ടിട്ട് കുഴച്ചിട്ട് പിന്നെ അത് പാകാവും മൈദപ്പൊടിന്റെ മാതിരിയാണ്. എന്നിട്ട് അത് കൊടുത്തിട്ട് ഇതിലിടും, ചക്കരത്തിലിടും. എന്നിട്ട് നിങ്ങൾ കൈ കൊണ്ട് അത് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ രൂപ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും അല്ലേ? അപ്പോൾ പത്തിരിച്ചട്ടിയാണോ അല്ലെങ്കിൽ നെയ്ച്ചട്ടിയാണോ? ഇപ്പോൾ അങ്ങനെ വല്ലാതെ ചട്ടി ഇപ്പോഴൊക്കെ ചെടിച്ചട്ടികളാണ് കൂടുതൽ വേണ്ടത്. ശരി. എന്നിട്ട് എടുത്തിട്ട് നിങ്ങൾ നേരെ ഇതുപോലെ ഞങ്ങൾ ചട്ടി എടുത്തിട്ട് ഞങ്ങളെവിടെ എവിടെയെങ്കിലും വെക്കും. അത് ഒലരണോ ഒന്ന് ഉറപ്പാക്കണം. വെയിലും ചൂടൊക്കെ തട്ടിയിട്ട് പിന്നെ രണ്ടാമത്
ഈ കാണുന്ന ചട്ടികൾ ഇപ്പോൾ അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് കൊടുന്ന് വെച്ചാണോ? ആ വെയിലത്ത്. എന്നിട്ട് ഇത് ചൂളൊക്കെ വെക്കാണ്ടോ? ആ ചൂളക്ക് വെക്കണം. ചൂളൊക്കെ വെക്കാണ്ടല്ലേ? ചൂളയിൽ വെച്ചതാണ് ഇപ്പോൾ അത്. ചൂളയിൽ വെച്ചാണ് ഇതിൽ. ഇതൊക്കെ ചൂളയിൽ വെച്ച്. ഇതൊക്കെ ചൂളയിൽ വെച്ചാണ്. ഇമാരുണ്ടാക്കിയാൽ പിന്നെ ഇവിടെ ഒരു ഇതുണ്ടാവും, ഓട്ട ഉണ്ടാവും. ആ ഓട്ട പിന്നെ ഞങ്ങളിങ്ങനെ കുത്തിർന്നിട്ട് ഈ കല്ലും ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കല്ല് വെച്ചിട്ട് മേടും. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു ഓട്ട ഉണ്ടാവും ഇതിലുണ്ടാക്കുമ്പോൾ, മനസ്സിലായോ? പച്ചയിൽ പിന്നെ ആ ഓട്ട ഇങ്ങനെ തച്ച് 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 വെച്ച് ഈ ഓട്ട ഇങ്ങനെ അടക്കലാണ്. അങ്ങനെയാണ് ഇത് വളഞ്ഞിട്ട്? ആ അങ്ങനെ വളഞ്ഞു. അപ്പോൾ ഒരു കുറച്ചൊരു ഉണങ്ങണം. ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ആരും കൊണ്ട് കഴിയൂല, വെള്ളത്തിൻ്റെ ഭാര്യയാണ്. ആ ആരും കൊണ്ട് കഴിയൂല, ഇതുണ്ടാക്കാൻ ആരും കൊണ്ട് കഴിയൂല. ആ ചെറുപ്പത്തിൽ തന്നെ പഠിക്കണം, ഒരു ചെറിയ അത്ര പ്രായത്തിൽ. വേറെ ഒന്നും ഇങ്ങനെ പഠിക്കാൻ കഴിയൂല. ആ പ്രായത്തിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു മൺപാത്ര പണിക്കാരനാവുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ ഈ ഒരു 10-20 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കൂല. ഈ വിരലുകളൊന്നും ശരിയാവും കിട്ടൂല. എല്ലാ പണിയും പഠിക്കല്ലോ, ആശാരിപ്പണി, തട്ടാൻ പണി, ഇത് കഴിയൂല. ഇത് ചെറുപ്പത്തിൽ തന്നെ നോക്കണം. അപ്പോൾ ഈ കൈകൾ ഇതൊക്കെ വേണമെങ്കിൽ കിട്ടുള്ളൂ. അങ്ങനെയാണ് സംഭവം. വലിയതാണ് ഇത്. അപ്പോൾ ഇതൊക്കെ പണി കഴിഞ്ഞ ചട്ടികളാണ്. ഈ ചട്ടികൾ എങ്ങനെയാണ് നിങ്ങൾ ഇനി വിൽപ്പനക്ക്? നിങ്ങൾ കടയിലേക്കൊക്കെ കൊടുക്കും, വില കിട്ടൂല. ഏകദേശം ഇപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഈ ചട്ടിക്ക് നിങ്ങൾ എവിടെ 30 റുപ്യ 20 റുപ്യ. ഞങ്ങൾക്ക് പുറത്ത് വിറ്റാൽ 10, 50, 60, 70 റുപ്യ കിട്ടും. കടക്കാർ ഇത് 20 റുപ്യ 30 റുപ്യ വരും. 30 റുപ്യ അത് പൈസ കിട്ടൂല. അവരെത്രക്കെ വിൽക്കുക? ഓരോ 10, 70, 80 വിൽക്കും. പൈസ പിന്നെ വിറ്റിൻ്റെ ശേഷം തരാം. ചിലവരും അങ്ങനെ തരും, ജീവിക്കണ്ട. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവരുടെ കാര്യങ്ങളും ഇവരുടെ സന്തോഷങ്ങളും ഇവരുടെ ബുദ്ധിമുട്ടുകളും ഇവരുടെ കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ കേട്ടു. നമ്മളെ ചിന്നസ്വാമി ചെട്ടിയാർ കുടുംബവും പിന്നെ ഏകദേശം 10-20ഓളം വരുന്ന കുടുംബങ്ങളും നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നു അവരുടെ വിഷമങ്ങളും എല്ലാം പങ്കുവച്ചു. നമുക്ക് എന്താ ചെയ്യുക, ഇന്ന് പൊതുവെ ഇവരെ ഈ ഇതിൽപ്പെട്ട ഈ മൺപണിക്കാർ കുംഭാര സമുദായത്തിൽപ്പെട്ടവരെ എല്ലാവരെയും അവസ്ഥയാണിത് എന്ന് അറിയിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികളെ ഇത് കൊണ്ടിട്ടാണ് ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ നമ്മളെ കട്ടം കാട്ടാറില്ല. ഇതിപ്പോൾ 10-60 റുപ്യക്ക് വാങ്ങി മെഷീനാണ്. 60,000. ആ ഇതും വേണം 10-60,000 റുപ്യ ഈ സാധനം. അങ്ങനെയാണ്. മണ്ണാണ് ഇപ്പോൾ പ്രശ്നം. മണ്ണാണ് 10-25,000 റുപ്യ ആവും മണ്ണ് കൊണ്ടുവരണമെങ്കിൽ. അത് കാരണം വല്ലാനും ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾ പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ കഷ്ടം കണ്ടാറില്ല. ഒരു ആനുകൂല്യങ്ങൾ കിട്ടണില്ലല്ലോ. ലോണ് കിട്ടിയാലും അത് അടയ്ക്കും വേണം. 9-12% പാലിച്ച് 9,000 റുപ്യ ലോണാണ് പേര. 9 ലക്ഷം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടി. പിന്നെ എങ്ങനെ അതിപ്പോൾ ഒരു പേര് അവിടെ കിടക്കണം. അല്ല, നിങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്ന് വേറെ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടും? അത് കാരണം നിങ്ങൾ ഈ എന്താ പറയുക ഉയർന്ന ജാതിക്കാരെ ചെയ്ത ഉയർന്ന കാര്യങ്ങളാണ്. കിട്ടണില്ല. എല്ലാവരും ഉണ്ട്, ഞങ്ങളെ മാത്രം ഇതിൽ എന്താണ് ആർക്കറിയാം. ഏതായാലും എല്ലാം ശരിയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഉണരമ്മോ ഉണരുണരേ
വലത് കയ്യില്ലമ്മ സോലോമമ്മ ഇടത് കയ്യില്ലമ്മ ശംഖുമമ്മ ഓമമ്മ കാതൂലേ അമ്മ തോടെ പൊട്ടെ കഴുത്തിലേ അമ്മ രുദ്രാസവും അമ്മ മഞ്ഞപ്പൊടി അമ്മ പൂശി വരും എല്ലാവർക്കും അമ്മ മാതാവമ്മ വളരെ നന്നായിട്ടുണ്ട്. ഒരു സംഗീത സദ്യ ഞങ്ങൾ തന്നിട്ടാണ് അവിടെ കൊണ്ടുവച്ചത്.